നമ്മൾ റെഡി ആയിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഗുരുവായൂർ. വീട്ടിൽ വന്ന എന്തായാലും ഗുരുവായൂർ പോയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. നേരെ നമ്മൾ മമ്മിയൂർ അമ്പലത്തേക്കാണ് ആദ്യം വന്നത് കേട്ടോ. നമ്മൾ 2 വീലറിലാണ് പോയത്. വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു 30 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 അവറിനുള്ളിൽ നമ്മൾ അമ്പലത്തേക്ക് എത്തി. നേരെ മമ്മിയൂർ വന്ന് തൊഴുതു കേട്ടോ. മമ്മിയൂർ അമ്പലത്തിലാണെങ്കിലും ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ അമ്പലത്തിൽ നിന്ന് തൊഴുത് നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടിയിൽ തന്നെ ഫോണൊക്കെ സേഫായി എടുത്ത് വെച്ച് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് അമ്പലത്തിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളൊരു കടയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസത്തിന്റെ ഡപ്പയ്ക്കൊക്കെ ഒരു മാറ്റം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയേ. പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസമൊക്കെ മേടിക്കുന്നതിൽ കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പായസം മേടിച്ചു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. അവിടെ തന്നെ തുറന്ന് കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അമ്പലത്തിൽ കയറുന്ന നേരത്തെ പൂ മേടിക്കാൻ പറ്റിയില്ല. നല്ല വില ഉണ്ടായിരുന്നു എല്ലായിടത്തും. എന്നാലും ഞങ്ങളൊരു പൂ മേടിച്ചു, പിച്ചിപ്പൂ. ഇത് അമ്മയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ പൂവും വെച്ച് അമ്പലത്തിന്റെ മുന്നിൽ കൂടെ നടന്നു വന്നതാണ്. സദ്യ കഴിച്ചു കഴിഞ്ഞ രസം നിർബന്ധ എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂർ വന്ന പ്രിയങ്ക ഫാൻസി സെന്ററിൽ വരുന്ന ഒരു നിർബന്ധമാണ് കേട്ടോ. എന്റെ ചെറുപ്പം മുതലേ ഈ ഒരു ഷോപ്പിലോട്ട് എപ്പോഴും വരെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പൊട്ടും ക്ലിപ്പും അങ്ങനത്തെ എല്ലാ ഐറ്റംസും മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു.